കാര്യങ്ങൾ ഞാൻ വിശദമായി പറയുമ്പോ നിന്റെ പേടി മാറിക്കൊള്ളും. ഇവിടെ നടക്കുന്ന മരണം നിന്റെ കൈകൊണ്ടാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല. ദേ, ഈ ടാബ്ലറ്റ് കണ്ടോ? ഇതൊരെണ്ണം ഒള്ളിച്ചെന്ന കഴിച്ച ആള് പോലും അറിയാതെ ആളുടെ ജീവനങ്ങ് പറന്നു പൊയ്ക്കോളും. ഇതൊരു ടാബ്ലറ്റ് ഒന്നുമല്ല, കുറെ കെമിക്കൽസ് ചേർത്തുണ്ടാക്കിയ കൊടും വിഷമം. കൊലയാളിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നതാ ഇവനെ കൊണ്ടുള്ള പ്രധാന ഗുണം. വിഷത്തിന്റേതുപോലുള്ള കയ്പോ അരുചിയോ ഒന്നുമില്ല. ശരീരത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ പുറമേക്ക് മറ്റ് പാർശ്വഫലങ്ങളോ ഒന്നും അറിയാൻ കഴിയില്ല. ഛർദിക്കാൻ തോന്നുകയോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നുമില്ല. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു മയക്കം ഉണ്ടാകും. നാഡീവ്യൂഹത്തെ വിഷം ബാധിക്കുന്നത് കൊണ്ട് അത് നിലവിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിനിടെ ആളുപോലും അറിയാതെ ഹൃദയം പണി മുടക്കും. ആള് ധിം. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു ഡെഡ് ബോഡി വേണം. അത് നിന്റെ ആവശ്യമില്ലേ? അതിനു വേണ്ടി ഞാൻ എന്തിനാ ബലിയിടാവുന്നേ? അതെന്താടി ഇപ്പൊ എന്റെ ആവശ്യം നിന്റെ ആവശ്യം എന്നൊക്കെ? നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാമെന്നല്ലേ അന്ന് ധാരണയായിരുന്നത്? അന്നത്തെ ധാരണ ഇതായിരുന്നില്ലല്ലോ. ഹർഷനെ എത്രയും വേഗം കണ്ടുപിടിച്ച് തരാന്ന് ഒരു ഓപ്ഷൻ നീയാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രത്യുപകാരമായി വിഷ്ണുവിനെയും ശാലിനിയും എത്രയും പെട്ടെന്ന് അകറ്റണമെന്നാണ് നീ ആവശ്യപ്പെട്ടത്. യെസ്, അതിലെന്താ സംശയം? ഈ വീട്ടിൽ ആരെങ്കിലും കൊല്ലണമെന്ന് അന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയാണ് തോന്നുന്നത്. വിഷ്ണുവും ശാലിനിയും തമ്മിൽ അകലുമ്പോ അതിന്റെ ഇടയിൽ ഒരു മരണത്തിന്റെ നൊമ്പരം കൂടി ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല. കൂടുതൽ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇതാ. അങ്ങനെ നീ ആലോചിക്കുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ നിന്റെ കളിപ്പാവി മറ്റാണോ? അത് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ചൂണ്ട് വിരലില്ല നിന്റെ ഭാവി ഇരിക്കുന്നതെന്ന്. നീ നിശ്ചയപ്പന്തലിൽ നിന്ന് തേച്ചിട്ട് പോയ ആ പയ്യനില്ലേ, എന്താ അവന്റെ പേര്? ഇവളവന്റെ പേര് മറന്നു.